ഷമീർ അബ്ദുൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷമീർ, അവിടെ BJPയുടെ പ്രതിഷേധം നടക്കുന്നു. രക്ഷിതാക്കളടക്കം PTA അംഗങ്ങളടക്കം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? 10 വർഷം മുന്നേ ഉള്ള ഒരു നിർമ്മാണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അപകടാവസ്ഥ ആരും തന്നെ മുൻകൂട്ടി കണ്ടിരുന്നില്ലേ? എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപനും അതുപോലെ തന്നെ ഈ SMC മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സ്കൂളിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സ്കൂളിന് പുറത്ത് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ ഒരു ടീച്ചറിൻ്റെ സൗണ്ട് ബൈറ്റിൽ പറഞ്ഞത് ഏതാണ്ട് 10 വർഷം മുമ്പ് സ്ഥാപിച്ചിരുന്ന ഷീറ്റ്, അതായത് അവിടെ സ്ഥാപിച്ചിരുന്ന ഷെഡാണ് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ 10 വർഷം മുമ്പ് സ്ഥാപിച്ചിരുന്നപ്പോൾ ഈ വൈദ്യുത ലൈൻ ഇതേ ഭാഗത്ത് നമുക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറഞ്ഞത് ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു വൈദ്യുത ലൈൻ ഇതുവഴി സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ തന്നെ ഈ സ്കൂൾ കെട്ടിടവും അതിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപ്പോൾ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ അകത്തുകൂടി കോമ്പൗണ്ടിലൂടെ ഇത്തരത്തിലൊരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതും അതും മറ്റ് 2 കെട്ടിടങ്ങൾ മുറിച്ച് കടന്നുകൊണ്ടാണ് അത്തരത്തിലൊരു ലൈൻ കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. പക്ഷേ സ്കൂളിനകത്ത് ക്ലാസ് മുറികൾ 5 ക്ലാസ് മുറികൾ ഉണ്ട്. അതിൽ 8B എന്ന ക്ലാസ് മുറിയിൽ നിന്ന് കുട്ടിയാണ് മിഥുൻ ഇത്തരത്തിൽ ആ ക്ലാസ് മുറിയിൽ പൊളിഞ്ഞു കിടക്കുന്ന പലകയിലൂടെ ഉള്ളിൽ കടക്കുകയും അവിടെ നിന്ന് ഇത്തരത്തിൽ ഈ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ പലകകൾ ഇളകി മാറിയത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും കടുത്ത ഒരു അനാസ്ഥ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. KSEBയുടെ അധികൃതർ നമ്മളിവിടെ ചില ചെറിയ ഉദ്യോഗസ്ഥർ മാത്രം ഇവിടെ എത്തി മടങ്ങിപ്പോയതല്ലാതെ ഉന്നത ഉദ്യോഗസ്ഥർ KSEBയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുമില്ല. എന്തായാലും ഔദ്യോഗികമായി ഇതിനകത്തൊരു പ്രതികരണം സ്കൂൾ അധികൃതർ നടത്തേണ്ടതുണ്ട്. അവർ ഇതുവരെ ഇതിൽ പ്രതികരിക്കാൻ ഹെഡ്മാസ്റ്റർ അടക്കമുള്ള ആളുകളുടെ മുറിയിലേക്ക് നമ്മൾ കയറി പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അവർ ഒന്നും തന്നെ ഇതിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ലാൽ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ആ കാലയളവിലുള്ള മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ KSEB ഇത്തരത്തിലൊരു ലൈൻ ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത് കുട്ടികൾക്ക് അപകടമാകും എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നു. ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. അത്രത്തോളം പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ അടക്കമുള്ള ആളുകളുടെ പ്രതിഷേധം ഈ സ്കൂളിന് മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ സ്കൂളിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്താൻ പോവുകയാണ്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരുമായിട്ടൊക്കെ തന്നെ സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇവിടെ പ്രതിഷേധിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുമായും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വലിയ പ്രതിഷേധം തന്നെ അവിടെ നടക്കുന്നു. BJPയുടെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ തേവലക്കര സ്കൂളിലേക്ക് നടന്നിരിക്കുന്നത്. മറ്റ് പാർട്ടികളുടെ പ്രതിഷേധ പ്രകടനവും അവിടെ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.